ഇന്നെന്ത് നോമ്പ് തുറക്കാനുണ്ടാക്കുന്നുള്ള ചിന്തയായിരിക്കും അല്ലേ എല്ലാവർക്കും. അപ്പോൾ ഒന്നും ടെൻഷൻ വേണ്ട, ഇന്നത്തെ റെസിപ്പി ഇതന്നെ ആയിക്കോട്ടെ. വീട്ടിൽ കുറച്ച് ചിക്കൻ, ബീഫ്, ചെമ്മീൻ, മട്ടൻ ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കണ്ട, ഇന്ന് ഇതന്നെ റെഡിയാക്കിക്കോ. ഞാനിന്ന് ഉണ്ടാക്കിയത് ചിക്കൻ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യു ആർ വാച്ചിങ് തൃക്കരിപ്പൂർ വൈബ്സ്. ചിക്കൻ കറിയാണ് ഞാനിവിടെ ആദ്യം റെഡിയാക്കുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ ചട്ടി വെച്ച് എണ്ണ ചൂടാക്കി അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുത്ത് അതൊന്ന് പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് വേണ്ട പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചിട്ട് അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോൾ ലോ ഫ്ലെയിമിലിടണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അതിലേക്ക് 2ാം പാൽ ചേർത്ത് കൊടുക്കാം. 1 തേങ്ങൻ്റെ പാലാണ് ഞാനിവിടെ എടുത്തത്. 1 ചിക്കന് 1 തേങ്ങൻ്റെ പാല് ഫുള്ളായിട്ട് തന്നെ ചേർക്കണം. ഇനി ഈ കറിയിലേക്ക് കുറച്ച് വറുത്തരച്ചതിൻ്റെ ആവശ്യമുണ്ട്. അതിനു വേണ്ടി 1 മുറി തേങ്ങ ഇതുപോലെ ഒരു പാനിലിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. അതിലേക്ക് 1 ടീസ്പൂണ് വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായാൽ നമുക്കിത് ഫ്ലെയിമിൽ നിന്ന് മാറ്റാം. അത് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. നമ്മൾ ചിക്കനെല്ലാം വെന്ത് കിട്ടി. ഇതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കുക. ഇതാ വറുത്ത് വെച്ച തേങ്ങയിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് അതൊന്ന് അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ കറി കുറച്ച് കട്ടിയാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ കറി റെഡിയായി. കഴിഞ്ഞിട്ടില്ല, പോവല്ല. ഇനി ഇതിലേക്ക് വേണ്ട പത്തിരി റെഡിയാക്കി എടുക്കണ്ടേ. അതിന് കുറച്ച് പൂങ്ങലരി അരച്ച് അതിലേക്ക് കുറച്ച് പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പൊടി മാത്രം യൂസ് ചെയ്തിട്ടും ഉണ്ടാക്കാം കേട്ടോ. പിന്നെ പൂങ്ങലരി അരച്ചിട്ട് അത് വാട്ടിയെടുത്തിട്ടും ഉണ്ടാക്കാം. പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിലേക്ക് കുറച്ച് പച്ചവെള്ളം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ആയോന്ന് അറിയാൻ ഇതേപോലെ ഉരുളയാക്കിയാൽ അതിന് ക്രാക്സ് ഒന്നും ഇല്ലെങ്കിൽ അത് നന്നായിട്ട് മിക്സായി. ഇനി അതിന് ഇതുപോലെ ഷേപ്പാക്കിയെടുക്കാം. ഷേപ്പാക്കുന്ന സമയത്ത് കയ്യിൽ കുറച്ച് എണ്ണ തടവി ഒട്ടാതിരിക്കാൻ നല്ലതാണ് കേട്ടോ. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു 6 പേർക്കുള്ള ഫുഡാണ് കേട്ടോ. ഇനി ഇത് ഷേപ്പാക്കി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് സ്റ്റീമറിൽ വെച്ച് സ്റ്റീം കയറ്റിയെടുക്കാം. ഇതിപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്ത് ഒന്ന് കുലുക്കിയെടുത്താൽ അതെല്ലാം ഇളകി കിട്ടും. ഇനി ഇത് വലിയൊരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് വേണ്ടത്ര കറി ഒഴിച്ചു കൊടുക്കാം. കറി കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കണം. സെറ്റാവാൻ വേണ്ടി ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങളൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ചു വെക്കണം. ഇതിപ്പോൾ ഒരു അരമണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ നമുക്ക്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ വരുന്നത് വരേക്കും ഇറ്റ്സ് മീ മിസ്ര സൈനിങ് ഓഫ്. ബൈ. അസ്സലാമു അലൈക്കും.